തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ തറവാടക വർധന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വിഷയത്തിൽ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്നും ചെന്നിത്തല. ചാലക്കുടിയിൽ SFI ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ നേതാവിനെ പ്രവർത്തകർ മോചിപ്പിച്ചു. തൃശൂരിൽ വീണ്ടും പഠന വിസ തൊഴിൽ തട്ടിപ്പ്. നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടു. പണം ചോദിച്ചെത്തുന്നവരെ കായികമായി നേരിടുന്നതായും ആക്ഷേപം. പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് 5G മോഡവും ഇൻസ്റ്റാളേഷനും സൗജന്യമാക്കുന്ന KV5 5G പദ്ധതിയുമായി കേരള വിഷൻ. കേബിൾ TV ഇന്റർനെറ്റ് നൽകുന്ന രാജ്യത്തെ ഏറ്റവും വലിയ 8ാമത്തെ സേവനദാതാവിനുള്ള അംഗീകാരം കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ പകുതി പോലുമില്ലാതെ സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ. തൃശൂരിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തിനെ തുടർന്ന് ക്രിസ്മസ് ചന്ത ഉദ്ഘാടനം ചെയ്യാതെ മേയറും MLAയും മടങ്ങിപ്പോയി. തൃശൂർ ബാനർജി ക്ലബിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഗുരുവായൂർ സ്വദേശിനി ഇസ്ര ഖലീലാണ് മരിച്ചത്. ഇടമുട്ടം കഴിമ്പുറത്ത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എടച്ചാലി വീട്ടിൽ സുരേഷാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ തറവാടക വർധന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂർ പൂരം പ്രദർശന നഗരിയുടെ വാടക കൂട്ടിയത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. തറവാടക വിഷയത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന് എന്തിനാണ് പിടിവാശിയെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു. വിഷയത്തിൽ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്നും ഗ്രൗണ്ട് സൗജന്യമായി നൽകണമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, KPCC ഭാരവാഹികളായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ, സുന്ദരൻ കുന്നത്തുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. നവകേരള സദസ്സ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സ് കൊണ്ട് കേരളത്തിന് യാതൊരു ഗുണവും ഉണ്ടായില്ല. ഇതൊരു രാഷ്ട്രീയ വ്യായാമം മാത്രമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് നിർദ്ദേശം നൽകിയതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ആക്രമണങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രോത്സാഹനം നൽകുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ചെന്നിത്തല പറഞ്ഞു. ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടായില്ല. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല. ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവൻ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളെ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലാതെ കേരളത്തിന് ഈ സദസ്സ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? തൃശൂർ പൂരം നടത്തണമെന്നാണ് പൂരപ്രേമികളുടെ ആഗ്രഹമെങ്കിൽ എന്തു വില കൊടുത്തും പൂരം നടത്താൻ ഹിന്ദു ഐക്യവേദി മുന്നിലുണ്ടായിരിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല പറഞ്ഞു. തൃശൂർ പൂരം തകർക്കാനുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസൂത്രിത നീക്കത്തിനെതിരെ ഹിന്ദു ഐക്യവേദി തൃശൂർ നെടുവിലാലിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശശികല. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കഴുത്തറപ്പൻ നിലപാടിനെ അംഗീകരിക്കാനാകില്ല. ഭക്തരിൽ നിന്ന് പണം പിടുങ്ങുന്ന ഒരു സാഹചര്യവും ദേവസ്വം ബോർഡുകൾ ഒഴിവാക്കാറില്ലെന്നും വാടക നൽകാതെ തന്നെ പൂരം നടത്താനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും ശശികല പറഞ്ഞു. സ്വാമി പുരുഷോത്തമാനന്ദ അധ്യക്ഷനായിരുന്നു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M. ബാലഗോപാൽ, സെക്രട്ടറി G. രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, C. വിജയൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ പോലീസും SFI വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം. പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് തകർത്തു. അക്രമം നടത്തിയ ഡിവൈഎഫ്ഐ നേതാവിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നടത്തിയ ശ്രമം പ്രവർത്തകർ തടഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 ചാലക്കുടി ഗവൺമെന്റ് ITIക്ക് സമീപമായിരുന്നു സംഭവം. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിന് ശേഷമായിരുന്നു സംഘർഷം. തിരികെ ITIയിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികളെ SIയുടെ നേതൃത്വത്തിൽ പോലീസ് വിരട്ടിയോടിച്ചു. ഇതാണ് സംഘർഷത്തിന് കാരണം. പിന്തിരിയാൻ കൂട്ടാക്കാതിരുന്ന വിദ്യാർത്ഥികൾ പോലീസുമായി തർക്കിക്കുകയും
ഒടുവിൽ റോഡിൽ കിടന്ന ജീപ്പിന്റെ ഗ്ലാസ് തകർക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തുകയും എല്ലാവരെയും വിരട്ടി ഓടിക്കുകയും ചെയ്തു. പിന്നീട് ITI പരിസരത്തു നിന്നും ജീപ്പിന്റെ ഗ്ലാസ് തകർത്ത ഡിവൈഎഫ്ഐ നേതാവും മറ്റു പ്രവർത്തകരും എത്തി. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ നടന്ന ശ്രമം വലിയ സംഘർഷത്തിലേക്കായി. CPM ഏരിയ സെക്രട്ടറി ഇതിനെ പ്രതിരോധിച്ചു. നിലത്തു വീണ ഇരുവരെയും പോലീസ് പൊക്കിയെടുത്തു കൊണ്ടുപോയതോടെ കൂടുതൽ പ്രവർത്തകർ സ്ഥലത്തെത്തി ഇതിനെ പ്രതിരോധിച്ചു. എണ്ണത്തിൽ കുറവായിരുന്ന പോലീസിന്റെ ശ്രമം വിജയിച്ചില്ല. ഡിവൈഎഫ്ഐ നേതാവിനെ ഓട്ടോയിൽ കയറ്റി വിടുകയും ചെയ്തു. പിന്നെയും സംഘർഷം നിന്ന സ്ഥലത്ത് CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. രാത്രി നഗരത്തിൽ പ്രകടനം നടത്തുകയും ചെയ്തു. ഇതോടെ നഗരത്തിൽ പോലീസ് ശക്തമായ റോന്തു ചുറ്റലും നടത്തി. TCV ന്യൂസ്, ചാലക്കുടി. തൃശൂരിൽ വീണ്ടും പഠന വിസ തൊഴിൽ തട്ടിപ്പ്. നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടു. പണം ചോദിച്ചെത്തുന്നവരെ കായികമായി നേരിടുന്നതായും ആക്ഷേപം. തൃശൂർ പാട്ടൂരാക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി സ്കിൽഡ് സർവീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് UK-യിൽ പഠന വിസയും തൊഴിലും വാഗ്ദാനം ചെയ്ത നിരവധി പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്. UK-യിൽ മാസ്റ്റേഴ്സ് പഠനത്തിനുള്ള വിസ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി ഹ്രസ്വകാല കോഴ്സിനുള്ള വിസ നൽകി കബളിപ്പിച്ചെന്നാണ് പരാതി. ഏജൻസിയെ വിശ്വസിച്ച് UK-യിലെത്തിയവർ 2 ആഴ്ച അവിടെ അലഞ്ഞ ശേഷം മടങ്ങേണ്ടി വന്നു. കുരിയച്ചിറ സ്വദേശികളായ അന്തിക്കാട് വീട്ടിൽ സൂരജ് ശക്തൻ, വല്ലത്ത് വട്ടപ്പറമ്പിൽ VA ഷാൻഡോ, വയനാട് സ്വദേശിനി പാട്ടുകുറ്റിക്കൽ അനീറ്റ ജോൺ, തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശിനി AM ദേവിപ്രിയ എന്നിവർക്ക് സ്റ്റുഡന്റ് വിസ നൽകി 7 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ തട്ടിച്ചെടുത്തു. കൂടാതെ മുക്കാട്ടുകര സ്വദേശിനി കാഞ്ഞിരത്തിങ്കൽ റിൻസിക്ക് വ്യാജ ഹോം കെയർ വിസ നൽകി 11,20,000 രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. ഇവർ നൽകിയ പരാതിയിൽ പോലീസ് ആദ്യം കേസെടുക്കാൻ മടിച്ചുവെങ്കിലും പിന്നീട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥാപനത്തിനെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. ഇപ്പോൾ കൂടുതൽ പേർ ഈ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. സ്ഥാപനത്തിൽ തന്നെ പഠിച്ചവരടക്കമാണ് വഞ്ചിക്കപ്പെട്ടത്. ഗൂഡല്ലൂർ സ്വദേശി ആദിത്യൻ എബ്രഹാം, കോടന്നൂർ സ്വദേശി സുജിൽ ധർമ്മൻ, വെങ്ങണിശ്ശേരി സ്വദേശി ബിനു, KV പൃഥ്വിക് എന്നിവരാണ് സ്ഥാപന നടത്തിപ്പുകാർ. ഇവർ ഇപ്പോൾ സ്ഥാപനത്തിൽ വരാറില്ലെന്നും പണം ചോദിച്ചെത്തുന്നവരെ മാനേജർ ജിതിൻ കയ്യേറ്റം ചെയ്യുന്നതായും പരാതിക്കാരനായ സൂരജ് ശക്തൻ, VA ഷാൻഡോ എന്നിവർ പറയുന്നു. തൃശ്ശൂർ പാട്ടരാക്കൽ ജംഗ്ഷനിലുള്ള ബി സ്കിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ സർവീസിൽ നിന്ന് UK-യിലേക്ക് പോയതാണ് ഈ കഴിഞ്ഞ വർഷം. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ട് എനിക്ക് അവിടെ ഫീസ് അടച്ചിട്ടില്ല എൻ്റെ കോളേജിൽ. അപ്പം ഞാൻ ഇവരോടത്ത് ചോദിച്ചു, ഇവരെല്ലാം കാര്യങ്ങൾ ശരിയാക്കിയിട്ടാണ് എനിക്ക് വിസയൊക്കെ തന്നത്. പക്ഷേ എനിക്ക് ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് എനിക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ ഇവരടുത്ത് ചെന്നപ്പോൾ ഇവരെന്നെ കയ്യേറ്റം ചെയ്യാനുണ്ടായത്. എനിക്ക് ടോട്ടൽ ഒരു 8 ലക്ഷം രൂപ പോകാനും ഒരു 3-4 ലക്ഷം രൂപ ടിക്കറ്റ് അവിടുത്തെ താമസമൊക്കെ ആയിട്ട് എനിക്ക് വേറെയും ചിലവ് വന്നിട്ടുണ്ട്. ഇല്ല, ഇവർ പറയുന്നത് വീണ്ടും വേണമെങ്കിൽ പഠിക്കാനുള്ള സൗകര്യം ശരിയാക്കി തരാമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ പൈസയാണ് തിരിച്ചെൻ്റെ. എൻ്റെ നിന്ന് മേടിച്ച പൈസ 1 രൂപ പോലും ഇല്ലാതെ അവർ കയ്യിൽ വെച്ചു എന്നല്ലാതെ കോളേജിൽ അടച്ചില്ല. ഒരു ഫേക്ക് ഓഫർ ലെറ്റർ അത് തന്നിട്ടാണ് എന്നെ പറ്റിച്ചത്. ബി സ്കിൽഡിൻ എന്ന പാട്ടരാക്കുള്ള ഒരു ഏജൻസി വഴിയാണ് ഞാനും പോയത്. അവർ ഫുൾ ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോയത്. ഫുഡ്, അതുപോലെ തന്നെ താമസ സൗകര്യം, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം അടക്കം അവർ ഓഫർ ചെയ്തത് 8 ലക്ഷം രൂപയാണ്. അതിനുശേഷം വിസ ഒക്കെ എനിക്ക് വന്നത് സ്റ്റുഡൻറ്റ് വിസയാണ്. അതിൽ നമുക്ക് അതിൽ എഴുതിയിരിക്കുന്നത് ഷോർട്ട് ടൈം സ്റ്റുഡൻറ്റ് വിസ, അങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു, ഇതെന്താണ് നമുക്കിങ്ങനെ പറ്റില്ലല്ലോ, ഷോർട്ട് ടൈം വിസയാണല്ലോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളവിടെ ഞങ്ങളുടെ ഏജൻസി അവിടെയുണ്ട്, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും അവിടെ ഉണ്ടാവുമായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. നമ്മളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അവിടുത്തെ BRP കാർഡ് കളക്ട് ചെയ്ത് കോളേജിനെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് നിങ്ങളുടെ ഫീസൊന്നും അവിടെ അടച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ചേരാൻ പറ്റില്ല എന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ അടുത്തേക്ക് പിന്നീട് വിളിച്ചപ്പോൾ ഒരു ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാണ് കോളേജിനെ കോൺടാക്ട് ചെയ്തത്, നിങ്ങളുടെ അടുത്ത് ആരാണ് കോളേജിലേക്ക് വിളിക്കാൻ പറഞ്ഞത്? നമ്മൾ ഫീസ് അടച്ചിട്ട് അവിടേക്ക് പോകുന്നത് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആദിത്യ അബ്രഹാം, പിന്നെ സുജിൽ ധർമ്മൻ, അങ്ങനെ 2-3 പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സിൻ്റെ പേര് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം നമ്മൾ ഡയറക്റ്റ് ചെല്ലുമ്പോൾ അവിടെ സ്റ്റെജി എന്ന് പറഞ്ഞ ആളും പിന്നെ അവിടുത്തെ മാനേജർ ആൽവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. UK-യിൽ കോളേജുകളിൽ ഫീസ് അടച്ചെന്ന വ്യാജരേഖ നിർമ്മിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നതെന്നും വ്യാജരേഖയാണെന്ന് തിരിച്ചറിയുന്നത് UK-യിൽ എത്തുമ്പോൾ മാത്രമാണെന്നും ഇവർ പറയുന്നു. മിക്കവരും ലോണെടുത്തും ആധാരം പണയപ്പെടുത്തിയുമാണ് നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് ഇവർക്ക് തുക സംഘടിപ്പിച്ചു നൽകിയത്. TCV ന്യൂസ്, തൃശൂർ. കേരള വിഷൻ ഉപഭോക്താക്കൾക്കായി KV5G പദ്ധതിയുമായി കേരള വിഷൻ. പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് 5G മോഡവും ഇൻസ്റ്റാലേഷനും സൗജന്യമാക്കുന്നതാണ് പദ്ധതിയെന്നും ശനിയാഴ്ച മുതൽ പദ്ധതിക്ക് തുടക്കമാകുമെന്നും കേരള വിഷൻ ഭാരവാഹികൾ തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഉയർന്ന താരിഫ് പ്ലാനുകൾ തിരഞ്ഞെടുക്കുന്ന വരിക്കാർക്കായി ഒരുക്കുന്ന KV5 5G പദ്ധതി കേരളം ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേരള വിഷൻ ചെയർമാൻ K. ഗോവിന്ദൻ പറഞ്ഞു. ഇന്ത്യൻ ടെലികോം വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം കേബിൾ വഴി ഇന്റർനെറ്റ് നൽകുന്ന രാജ്യത്തെ ഏറ്റവും വലിയ 8ാമത്തെ സേവനദാതാവായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വൻകിട ടെലികോം കമ്പനികളുടെയും രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന മറ്റ് ISPകളുടെയും ഇടയിൽ നിന്നാണ് ഒരു സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നും K. ഗോവിന്ദൻ പറഞ്ഞു. ഇതുവരെ കേരള വിഷൻ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരുന്ന സർവീസ് കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ മോഡം സൗജന്യമായി നൽകി കണക്ഷന് വേണ്ടി പ്രത്യേകമായ തുക ഈടാക്കാതെ മാസവരിസംഖ്യ മാത്രമാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ നൽകിയിരുന്നത് സാധാരണ മോഡമായി. ഇനി മുതൽ 5G മോഡും കൂടി ഈ സൗജന്യ നിരക്കിൽ നൽകാൻ ഉപഭോക്താക്കൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഈ ഒരു വലിയൊരു ചേഞ്ചാണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നത്. വലിയ കോർപ്പറേറ്റ് കമ്പനികൾ പോലും ഇത്തരം 5G മോഡം നൽകുന്നതിന് വലിയ തുക ഈടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ 5G മോഡത്തിന് വലിയൊരു തുക കേരള വിഷൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഉയർന്ന പ്ലാനുകൾ ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് 5G മോഡവും ഇൻസ്റ്റാളേഷനും സൗജന്യമാക്കുന്നതാണ് KV5 5G പദ്ധതിയെന്ന് കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ പറഞ്ഞു. 100 MBBS പ്ലാൻ മുതൽ മുകളിലേക്കുള്ള നിലവിലുള്ള വരിക്കാർക്കും പദ്ധതിയുടെ ഗുണം ലഭിക്കും. കേരള വിഷന്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോമും ഏറെ പുതുമകളോടെയുള്ള IPTV സർവീസും താമസിയാതെ പ്രവർത്തന സജ്ജമാകും. രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി കേരള വിഷന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. രാജ്യത്തെ ഇന്റർനെറ്റ് വിതരണ രംഗത്ത് 4ാം സ്ഥാനം വരെ ടെലികോം കമ്പനികളാണ്. നിലവിലെ 8ാം സ്ഥാനത്തു നിന്നും 5ാം സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് കേരള വിഷന്റെ ലക്ഷ്യമെന്നും PP സുരേഷ് കുമാർ വ്യക്തമാക്കി. ഏത് കോർപ്പറേറ്റ് കമ്പനി വന്നാലും അവരോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ്, നമുക്കറിയാം ഇന്ന് ബ്രോഡ്ബാൻഡ് ഇല്ലാതെ നമുക്ക് ദൈനംദിന കാര്യങ്ങൾ നടക്കില്ല. ഇപ്പം എല്ലാവരും വൈഫൈയിലാണ്. തീർച്ചയായിട്ടും ഒരു മോഡം, നേരത്തെ സൂചിപ്പിച്ച ഒരു മോഡത്തിന്റെ ഒരു കപ്പാസിറ്റി വയർഡ് കണക്ടിവിറ്റി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 GB വരെ നമുക്ക് കൊടുക്കാൻ കഴിയും. പക്ഷെ നമുക്കറിയാം എല്ലാവരും വയർഡ് കണക്ടിവിറ്റി എല്ലാം യൂസ് ചെയ്യുക, എല്ലാവരും വൈഫൈയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡ്യുവൽ ബാൻഡ് അല്ലെങ്കിൽ 5G മോഡത്തിന്റെ ഒരു ആവശ്യകത വരുന്നത് 100 MBPS അതിന്റെ മുകളിലുള്ള കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ വൈഫൈ നമുക്ക് 5G മോഡം വേണം. അപ്പോൾ തീർച്ചയായിട്ടും അത്ര ഉയർന്ന പ്ലാനുകളിലുള്ള പുതിയ കസ്റ്റമേഴ്സാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്ന് മുതൽ അത് ആരംഭിക്കുകയാണ്. 5G മോഡത്തിന്റെ സേവനമാണ് നമ്മൾ നൽകുക. അപ്പോൾ തീർച്ചയായിട്ടും പഴയ കസ്റ്റമർക്കും വേണമെന്നുണ്ടെങ്കിൽ പുതിയ പ്ലാനിലേക്ക്, ഉദാഹരണം പറഞ്ഞാൽ 60 MBPS 50 MBPS ഉള്ള പഴയ കസ്റ്റമർക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് 100 MBPS പ്ലാനിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മോഡം ഇതുപോലെ തന്നെ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സ്കീമാണ് നമ്മൾ തുടരുന്നത്. ഡിജിറ്റൽ TV സർവീസിൽ കഴിഞ്ഞ 4 വർഷമായി കേരള വിഷൻ രാജ്യത്തെ ഏറ്റവും വലിയ 6ാമത്തെ സേവനദാതാവായി തുടരുകയാണ്. ഇന്ത്യയിൽ കേബിൾ TV വരിക്കാരുടെ എണ്ണത്തിൽ 40% കുറവ് വന്നിട്ടും കേരള വിഷൻ വളർച്ചാ നിരക്ക് നിലനിർത്തുന്നത് മികച്ച സേവന നിലവാരം ഉറപ്പുവരുത്തുന്നതുകൊണ്ടാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിൽ സപ്ലൈകോയിലെ ക്രിസ്മസ് ചന്തയിൽ സബ്സിഡി സാധനങ്ങളില്ലാത്തതിനാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ക്രിസ്മസ് ചന്ത ഉദ്ഘാടനം ചെയ്യാതെ മേയറും MLAയും മടങ്ങിപ്പോയി. വടക്കേ സ്റ്റാൻഡിലെ പള്ളിത്താമം മൈതാനിയിലാണ് സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ചന്ത തുടങ്ങിയത്. രാവിലെ 10-നായിരുന്നു ഉദ്ഘാടന ചടങ്ങ് വെച്ചിരുന്നത്. മേയറും MLAയും എത്തിയ ഉടൻ സബ്സിഡിയില്ലാത്തതിനാൽ സാധനങ്ങൾ വാങ്ങാൻ വന്നവർ ഇരുവർക്കും നേരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതോടെ മേയറും MLAയും ഉദ്ഘാടനം ചെയ്യാതെ മടങ്ങി. സർക്കാർ പ്രഖ്യാപിച്ച 13 ഇന സബ്സിഡി സാധനങ്ങളിൽ അരി ഉൾപ്പെടെ 4 ഇന സബ്സിഡി സാധനങ്ങൾ മാത്രമാണ് ചന്തയിൽ എത്തിയിരുന്നത്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ ശനിയാഴ്ച എത്തിക്കുമെന്ന് P. ബാലചന്ദ്രൻ MLA അറിയിച്ചു. അതേസമയം സപ്ലൈകോ ക്രിസ്മസ് വിപണിയുടെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ പ്രസ്താവനയിൽ പറഞ്ഞു. പിന്നൊന്നില്ല, വെറുതെ ആൾക്കാരെ പറ്റിക്കാന്ന് പറയാൻ എന്തിനാ ഇങ്ങനത്തെ പങ്കപ്പാട് ചെയ്യുന്നത്? തൃശൂർ ബാനർജി ക്ലബിന് സമീപം സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഗുരുവായൂർ സ്വദേശിനിയും തൃശൂർ സ്കൈലൈൻ ഫ്ളാറ്റിലെ താമസക്കാരിയുമായ പോളാക്കൽ വീട്ടിൽ 20 വയസ്സുള്ള ഇസ്ര ഖലീൽ ആണ് മരിച്ചത്. തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന അനീഷ മോൾ ബസ്സാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ യുവതിയുടെ ദേഹത്തുകൂടി ബസിന്റെ ചക്രം കയറിയിറങ്ങി. അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ
ബസ് അല്പദൂരം വലിച്ചുകൊണ്ടുപോയി. യുവതിയെ ഉടൻ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എടമുട്ടം കഴിമ്പ്രത്ത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപ്പിനി ഹലുവ തെരുവ് സ്വദേശി ചങ്ങരംകുളം വീട്ടിൽ 53 വയസ്സുള്ള ഹരിദാസ് നായർ കൊല്ലപ്പെട്ട കേസിലാണ് സുഹൃത്ത് എടച്ചാലി വീട്ടിൽ സുരേഷ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാവിലെയാണ് സുരേഷിന്റെ വീടിന്റെ വരാന്തയിൽ ഹരിദാസ് നായരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ വരാന്തയിലെ കസേരയിൽ കഴുത്തിൽ വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ, വലപ്പാട് കയ്പമംഗലം SHOമാരായ KS സുശാന്ത്, ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഉടൻ തന്നെ സുഹൃത്ത് സുരേഷിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സുരേഷിനൊപ്പം മദ്യപിക്കാൻ എത്തിയതായിരുന്നു കൊല്ലപ്പെട്ട ഹരിദാസ് നായർ. തർക്കത്തിനിടെ കഴുത്തിൽ വെട്ടേറ്റായിരുന്നു മരണം. അറസ്റ്റിലായ പ്രതിയെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളിൽ നിന്നും പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. അക്രമികൾക്ക് പാർലമെന്റിനകത്ത് പ്രവേശിക്കാൻ അവസരം ഒരുക്കിക്കൊടുത്ത BJP MPക്കെതിരെ ഒരക്ഷരം പറയാത്ത മോദി സർക്കാർ ആക്രമണത്തിൽ ശക്തമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ MPമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ചതിന് തങ്ങൾക്ക് കിട്ടിയ ഈ സസ്പെൻഷൻ താമരപത്രമാണെന്നും ബെന്നി ബെഹനാൻ MP പറഞ്ഞു. MPമാരായ TN പ്രതാപൻ, രമ്യ ഹരിദാസ്, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. തൃശൂർ തേക്കിൻകാട് മൈതാനിയെ മിനി ഊട്ടിയാക്കി 43ാമത് തൃശൂർ പുഷ്പോത്സവത്തിന് തുടക്കമായി. തൃശൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ജില്ലാ പഞ്ചായത്ത്, വിവിധ വകുപ്പുകൾ, സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പുഷ്പഫല സസ്യ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, P ബാലചന്ദ്രൻ MLA എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ കലക്ടർ VR കൃഷ്ണതേജ മുഖ്യാതിഥിയായി. ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, സൊസൈറ്റി സെക്രട്ടറി TV ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് അനിൽ പൊറ്റേക്കാട്ട്, വിനോദ് കുറുവത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. 1000-ൽ പരം ചെടികളുടെ വിപുലമായ ശേഖരമാണ് പ്രദർശനത്തിലുള്ളത്. ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ചെടികളും പ്രദർശനത്തെ വ്യത്യസ്തമാക്കുന്നു. വിവിധ തരത്തിലുള്ള സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഏകാദശി ശനിയാഴ്ച. ഏകാദശിയോടനുബന്ധിച്ച് നടന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഭക്തിസാന്ദ്രമായി. ഏകാദശി സംഗീത മണ്ഡപത്തിൽ നടന്ന ആലാപനത്തിൽ പ്രശസ്ത ഗായകർ അണിനിരന്നു. ബേബി ശ്രീറാം, രാജു നാരായണൻ, മുടികൊണ്ടാൻ രമേശ് എന്നിവർ പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പങ്കാളികളായി. ശനിയാഴ്ച രാവിലെ 8:30 നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിന് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയാകും. 5 ഗജവീരന്മാർ എഴുന്നള്ളിപ്പിൽ അണിനിരക്കും. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി ശനിയാഴ്ച ആഘോഷിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്നത്. പുലർച്ചെ 4-ന് ആരംഭിക്കുന്ന നിർമ്മാല്യ ദർശനത്തോടെയാണ് ഏകാദശി ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമാകുന്നത്. ആയുർവേദത്തിന്റെ അതിദേവനായ ധന്വന്തരി മൂർത്തിയെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് നാളെ ക്ഷേത്രത്തിലെത്തിച്ചേരുക. വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ളത്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധന്വന്തരി ക്ഷേത്രമാണ് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം. അതിവിശേഷമായ വൈകുണ്ഠ ഏകാദശിക്ക് കേരളത്തിനകത്തു നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുക. പ്രസാദഊട്ടിന് 10,000-ലധികം പേർ പങ്കെടുക്കും. ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനുമാണ് വിഭവങ്ങൾ. പാളപാത്രത്തിലാണ് ഭക്ഷണം നൽകുന്നത്. തിരക്ക് നിയന്ത്രിക്കാനും കുറ്റകൃത്യങ്ങൾ തടയുവാനും വൻ പോലീസ് സന്നാഹത്തെ വിനിയോഗിക്കും. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം, ആരോഗ്യ വിഭാഗം, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ധന്വന്തരി ആയുർവേദ ആശുപത്രി, ഫയർഫോഴ്സ്, എരുമപ്പെട്ടി ആക്ട്സ് ആംബുലൻസ് എന്നിവയുടെ സഹകരണമുണ്ടാകും. ഏകാദശിക്ക് എത്തുന്നവർക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ഓഫീസർ NB ബിജു അറിയിച്ചു. പല ദേശത്തു നിന്നും പല നാടുകളിൽ നിന്നുമൊക്കെ വരുന്ന നിരവധി ഭക്തജനങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നായാലും സമിതിയുടെ ഭാഗത്തു നിന്നായാലും ചേർന്നുകൊണ്ട് എല്ലാം നിർവഹിച്ചിട്ടുണ്ട്. ക്യൂ സംവിധാനത്തിൽ ആർക്കും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി റോഡ് മുതൽ ഇതുവരേക്കും ക്ഷേത്ര പരിസരം വരേക്കും പന്തൽ, പിന്നീട് ബാരിക്കേഡുകൾ, അത് 2 ക്യൂ, 1 പ്രസാദൂട്ടിനുള്ള ക്യൂ സിസ്റ്റം,
അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പോലീസിന്റെ സഹായങ്ങളും മാത്രമല്ല 15ഓളം ദേവസ്വം ബോർഡിന്റെ എക്സ് സർവീസ്മാൻമാരായിട്ടുള്ള 15 പേരെ ഡ്യൂട്ടിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നിരീക്ഷണ ക്യാമറകള് ക്ഷേത്ര പരിസരത്ത് മുഴുവൻ സ്ഥിരമായിട്ട് നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. രാവിലെ 10-ന് പ്രമുഖർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും. 10:30-ന് പ്രസാദകൂട്ട് ആരംഭിക്കും. 1:30-ന് കാഴ്ചശീവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തുടർന്ന് പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് ദീപാരാധന, ഭക്തിഗാനമേള, വിളക്കിനെഴുന്നള്ളിപ്പ്, കേളി, കൊമ്പുപറ്റ്, കുഴലപ്പറ്റ്, പഞ്ചവാദ്യം, മേളം, ഡബിൾ തായമ്പക എന്നിവയും ഉണ്ടാകും. ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന ദ്വാദശി പണം സമർപ്പണത്തോടെ ഈ വർഷത്തെ ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനമാകും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി. കോൾനിലങ്ങളിലെ കാർഷിക ആവശ്യത്തിനായി ചിമ്മിനി ഡാമിന്റെ ഡിസ്പെർഷൻ വാൽവ് തുറന്നു. 1 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് പ്രതിദിനം കുറുമാലിപ്പുഴയിലേക്ക് ഒഴുക്കുന്നത്. ചിമ്മിനി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമായ കുറുമാലിപ്പുഴയിലൂടെയാണ് വെള്ളം കോൾപ്പാടങ്ങളിൽ എത്തുന്നത്. വാൽവ് തുറന്നതോടെ ചിമ്മിനിയിൽ വൈദ്യുതോൽപാദനവും ആരംഭിച്ചു. സ്ലൂയിസിലൂടെ 0.45 ദശലക്ഷം ഘനമീറ്റർ വെള്ളവും വൈദ്യുതി ഉൽപാദനത്തിന് ശേഷം 0.55 ദശലക്ഷം ഘനമീറ്റർ വെള്ളവുമാണ് ഇപ്പോൾ പുഴയിലേക്ക് ഒഴുക്കുന്നത്. കോൾപ്പടവുകളിലെ ആവശ്യം പൂർത്തിയായാൽ വാൽവ് അടയ്ക്കും. 76.7 മീറ്ററാണ് ചിമ്മിനി ഡാമിന്റെ പരമാവധി സംഭരണശേഷി. പരമാവധി ജലനിരപ്പ് 76.4 മീറ്ററാണ്. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സമാന്തര റോഡിൽ ഭാരവാഹനങ്ങൾ നിരോധിച്ച് തൃക്കൂർ പഞ്ചായത്ത്. ടോൾ കമ്പനിയെ സഹായിക്കാനാണെന്ന് ആക്ഷേപം. 3 ആഴ്ച മുൻപ് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പുലക്കാട്ടുകര മഠം ടോൾ സമാന്തര റോഡിൽ 10 ടണ്ണിൽ കൂടുതലുള്ള ഭാരവാഹനങ്ങൾ പ്രവേശിക്കുന്നത് വിലക്കി തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിലൊന്ന് നശിപ്പിച്ചതായി കാണിച്ച് പഞ്ചായത്ത് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. കോടികൾ മുടക്കി പുലക്കാട്ടുകര പാലം നിർമ്മിച്ചപ്പോഴും ലക്ഷങ്ങൾ മുടക്കി പാലം കടന്നുള്ള റോഡ് നിർമ്മിച്ചപ്പോഴും ഉയരാതിരുന്ന പരാതിയാണ് പഞ്ചായത്ത് ഇപ്പോൾ ഉന്നയിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്തും വഴിയോരത്തെ പോസ്റ്റുകൾ നീക്കി വീതി കൂട്ടിയും നവീകരിച്ച റോഡ് ഭാരവാഹനങ്ങൾ കടന്നുപോയാൽ തകരുമെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചപ്പോൾ ടോൾ ഒഴിവാക്കി വാഹനങ്ങൾക്ക് പോകാനുള്ള സമാന്തര പാതയാണ് ഇതെന്നാണ് പറഞ്ഞിരുന്നത്. തൃക്കൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന റോഡ് നവീകരിക്കാൻ വർഷങ്ങളെടുത്തു. 3 ആഴ്ച മുൻപാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡ് നവീകരിച്ചപ്പോൾ എല്ലാത്തരം വാഹനങ്ങളും ഇതിലൂടെ പോയി തുടങ്ങിയപ്പോഴാണ് റോഡിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചിന്ത പഞ്ചായത്തിനുണ്ടായത്. 3 ഘട്ടങ്ങളിലായി വലിയ സാമ്പത്തിക ചെലവിലാണ് റോഡ് പണി പൂർത്തിയാക്കിയത്. റോഡ് പണിയുടെയും അറ്റകുറ്റപ്പണിയുടെയും ചുമതല പഞ്ചായത്തിനാണ്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നവീകരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചു കിട്ടാനും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. തൃക്കൂർ പഞ്ചായത്തിന്റെ പരാതിയിന്മേൽ RTO എൻഫോഴ്സ്മെന്റ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പണിയുടെ ഗുണനിലവാരം ഉറപ്പാക്കാതെ റോഡിന് തകർച്ചാ ഭീഷണിയുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. റോഡ് പണി കഴിഞ്ഞ് വാഹനങ്ങൾ പോയി തുടങ്ങിയപ്പോഴുള്ള പഞ്ചായത്തിന്റെ നടപടികൾ ടോൾ കമ്പനിയെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം. TCV പുതുക്കാട്. കൊടുങ്ങല്ലൂരിലെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന KU ബിജു വധക്കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. എടവലങ്ങ് കരിച്ചക്കുളത്ത് വീട്ടിൽ ജോബ്, പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ കല്ലാടൻ ഗിരീഷ്, വെമ്പല്ലൂർ പള്ളിപ്പാട്ട് വീട്ടിൽ സേവ്യർ എന്ന അച്ചായൻ, BJP ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന AR ശ്രീകുമാർ, നേതാക്കളായ ലോകമല്ലേശ്വരം കളരിക്കൽ വീട്ടിൽ മനോജ്, വെമ്പല്ലൂർ കൈപ്പൂത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങി 13 പ്രതികളെയാണ് തൃശൂർ 4ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി രജനീഷ് വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ അപര്യാപ്തമായിരുന്നുവെന്ന് കോടതി പറഞ്ഞു. കേസിലെ 2ാം പ്രതി മിഥുൻ സംഭവസമയത്ത് മൈനറായിരുന്നതിനാൽ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ വിചാരണ നടന്നുവരികയാണ്. ജിംഗിൾ ബെൽസ്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് കാർഡുകൾക്ക് പകരം ഇപ്പോൾ അധികവും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെയാണ് ആശംസകൾ കൈമാറുന്നത്. ഒരു കാലത്ത് ആശംസാ കാർഡുകളുടെ പൂക്കാലമായിരുന്നു ക്രിസ്മസ്, ന്യൂ ഇയർ കാലം. എന്നാൽ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ ആശംസാ കാർഡുകളിൽ സ്വന്തം കൈപ്പടയിൽ പ്രിയപ്പെട്ടവർക്ക് മനസ്സു തുറന്ന് എഴുതി കാർഡുകൾ അയക്കുന്ന ശീലവും മലയാളി മറന്നു തുടങ്ങി. ഈ ഹൈടെക് യുഗത്തിലും ക്രിസ്മസ്, ന്യൂ ഇയർ ആശംസാ കാർഡുകളെ നെഞ്ചിലേറ്റുന്നവർ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ് ആശംസാ കാർഡ് വിപണി ഇന്നും നിലനിൽക്കുന്നത്. പണ്ടത്തെ അപേക്ഷിച്ച് കച്ചവടം കുറവാണ് കാർഡിന്. പക്ഷേ എന്നാലും ഈ ഫാമിലി കാർഡുകൾക്ക് ഇപ്പോഴും ആവശ്യക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്.
റീറ്റെയിൽ കടകളിൽ വളരെ കുറവായതുകൊണ്ട് ഇവിടേക്ക് കാർഡ് വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഈ ഗിഫ്റ്റ് കൈമാറുന്നതിന് സ്കൂളുകളിലേക്ക് കാർഡ് പോകാറുണ്ട്, ചെറു കാർഡ് പോകാറുണ്ട്. പിന്നെ 1 രൂപ തൊട്ട് 500 രൂപ ഒരു പീസ് വില വരുന്ന കാർഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കാർഡുകൾക്ക് ഈ ലവ് കാർഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ ഫാമിലി കാർഡുകളും ഇപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. സാന്താക്ലോസ്, തിരുപ്പിറവി, റോസാപ്പൂവ്, മെഴുകുതിരി തുടങ്ങിയ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത കാർഡുകളും ആൽബം കാർഡുകളും തുടങ്ങി കരവിരുതിയിൽ കമനീയത വിടർത്തുന്ന ആശംസാ കാർഡുകളും വിപണിയിലുണ്ട്. മതസൗഹാർദ്ദം വിടർത്തുന്ന ന്യൂ ഇയർ കാർഡുകളും പ്രണയ ജോഡികൾക്ക് കൈമാറുന്നതിനുള്ള സ്പെഷ്യൽ കാർഡുകളും കടകളിൽ ഇടം നേടിയിട്ടുണ്ട്. സ്കൂളുകളിലും ക്ലബ്ബുകളിലും മറ്റ് ആഘോഷങ്ങളിലും പരസ്പരം സമ്മാനം കൈമാറുന്ന പതിവ് ഇന്നും നിലനിൽക്കുന്നത് ഈ മേഖലയുടെ നിലനിൽപ്പിന് ആശ്വാസമാവുകയാണ്. എന്നാൽ സൗഹൃദവും പ്രണയവും ആശംസകളുമൊക്കെ നിറയുന്ന ക്രിസ്മസ് കാർഡുകളുമായി എത്തുന്ന പോസ്റ്റ്മാനെ കാത്തിരുന്ന കാലം നമുക്ക് അന്യമാകുകയാണ്. ആശംസകൾ ഹൈടെക് ആയതോടെ അല്പം ഇടിവ് സംഭവിച്ച വിപണിയാണ് ആശംസാ കാർഡ് വിപണി. എങ്കിലും ഇപ്പോഴും ക്രിസ്മസ് ന്യൂ ഇയർ കാർഡുകൾക്ക് ആവശ്യക്കാരുണ്ടെന്നാണ് കച്ചവടം സൂചിപ്പിക്കുന്നത്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളായൻകര, TCV ന്യൂസ്. 1.5 ഏക്കർ സ്ഥലത്ത് ട്രെയിനും ഹൗസ് ബോട്ടും വെള്ളച്ചാട്ടവും 30 അടി ഉയരമുള്ള സാന്താക്ലോസുമെല്ലാമായി പുറനാട്ടുകരയിൽ മെഗാ പുൽക്കൂട് ഒരുങ്ങുന്നു. ക്രിസ്മസ് കാലത്ത് വിസ്മയ കാഴ്ചകളുടെ അത്ഭുത ലോകം തന്നെയാണ് പുറനാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ ഒരുക്കുന്നത്. 2022 ക്രിസ്തുമസിന് 1/2 ഏക്കർ സ്ഥലത്ത് ഒരുക്കിയ മെഗാ പുൽക്കൂടിന് ലഭിച്ച വൻ സ്വീകാര്യത കണക്കിലെടുത്താണ് ഇത്തവണ 1.5 ഏക്കർ സ്ഥലത്ത് വമ്പൻ പുൽക്കൂട് ഒരുക്കാൻ പുറനാട്ടുകര ഇടവക മുന്നിട്ടിറങ്ങിയത്. ഒക്ടോബർ പകുതിയോടെ തന്നെ വിവിധ രൂപങ്ങൾ നിർമ്മിക്കുന്ന ജോലികൾ ഇടവകയിലെ കലാകാരന്മാർ ആരംഭിച്ചിരുന്നു. വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരായ ജെയ്സൺ, ഡെന്നി എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. കൂടാതെ ടോണി, ജെയിംസ്, ഡോണി സണ്ണി, ജോയ്സൺ, ഷാരോൺ തുടങ്ങിയ നിരവധി പേരാണ് രാത്രിയും പകലും ഭേദമില്ലാതെ പുൽക്കൂട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആദ്യം ഹുവയിലൂടെ വരുമ്പോ ആദ്യം സിംഹം തലയാട്ടുന്ന ഒരു സംഭവം കഴിഞ്ഞ പ്രാവശ്യം ഹിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പുലി മാന പിടിക്കുന്ന ഒരു സംഭവം, അത് നന്നായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യത്താഴാണ് ഈ പ്രാവശ്യം സ്പെഷ്യല്. അത് നല്ലൊരു ഹെവി വർക്കാ, അത് സംഭവമാണ്. പിന്നെ കെട്ടുവെള്ളം, പിന്നെ ഒരുപാട് മദർ തെരേസ, ഔസപിതാവ് ഇറങ്ങുന്ന ആ ഒരു ഭാഗം, ഒരുപാട് പ്ലോട്ടുകൾ ഇപ്രാവശ്യം ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. ഗുഹയ്ക്ക് സമാനമായ പ്രവേശന കവാടത്തിലൂടെ അകത്തു കടന്നാൽ നരഭോജിക്കടുവയും സിംഹവും കഴിഞ്ഞ് വെള്ളച്ചാട്ടവും തടാകവും ഒരുക്കുന്നു. ഒപ്പം വെള്ളത്തിൽ കിടക്കുന്ന ഹൗസ് ബോട്ടും നിർമ്മിക്കുന്നുണ്ട്. ഏദൻ തോട്ടവും മഞ്ഞുമലയും പഴയ മാർക്കറ്റുമെല്ലാം പുൽക്കൂടിന്റെ ഭാഗമായി ഒരുക്കുന്നു. കൂടാതെ 30 അടി ഉയരമുള്ള കൂറ്റൻ സാന്താക്ലോസും കാഴ്ചക്കാരെ വരവേൽക്കാൻ ഇവിടെയുണ്ടാകും. ഒരു മെഗാ പുൽക്കൂട് നമ്മൾ ആശയം കൊണ്ടുവന്നു. അതായത് കഴിഞ്ഞ വർഷത്തിൽ ഒരു പുൽക്കൂട് പണിതപ്പോൾ ഒത്തിരി പേരുടെ സഹകരണവും അത് കാണാമെന്ന് അവരുടെ വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത് ഈ വർഷം ഈ പുൽക്കൂട് പണിയുന്നില്ലേ എന്ന് ചോദ്യങ്ങൾ വന്നു. തന്നെയല്ല വീൽ ചെയറിലൊക്കെ ഒത്തിരി മക്കൾ വന്ന് അവിടെ ആ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു മെഗാ പുൽക്കൂട് തന്നെ ഇപ്രാവശ്യം ഒരുക്കണമെന്ന് ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഏകോപന സമിതി ആണ് ഈ പുൽക്കൂട് ഒരുക്കുന്നത്. അതായത് ഇടവകയിലെ ആപാലവൃദ്ധം ജനങ്ങളും ഈ എല്ലാ സംഘടനകളിലുള്ളവരുണ്ട്. കഴിഞ്ഞ വർഷം KCYMന്റെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ ഇത്തവണ 1000-ലധികം വീട്ടുകാരുള്ള ഇടവകയിലെ 15 ഭക്ത സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഗാ പുൽക്കൂട് നിർമ്മാണം പുരോഗമിക്കുന്നത്. രാത്രിയും പകലും അവധി ദിനങ്ങളിലുമായി കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇടവകയിലെ ജനം മുഴുവൻ ഒത്തുചേർന്നാണ് പുൽക്കൂട് ഒരുക്കുന്നത്. പുൽക്കൂടിനോടനുബന്ധിച്ച് ട്രെയിനും ബോട്ടിങ്ങും കാറ്റു നിറച്ച ജമ്പിംഗ് ബൗൺസികൾ ഉൾപ്പെടെയുള്ള കാർണിവൽ, വിവിധ ഗെയിമുകൾ, ഫുഡ് കോർണർ, 1000-ലധികം വിവിധ ജപമാലകളും 100-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും ഉൾക്കൊള്ളിച്ചുള്ള മരിയൻ എക്സിബിഷൻ എന്നിവയും ഒരുക്കുന്നുണ്ട്. ഡിസംബർ 24 വൈകിട്ട് 8 അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ, പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ എന്നിവർ ചേർന്ന് മെഗാ പുൽക്കൂടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് 28 രാത്രി വരെ മെഗാ പുൽക്കൂട് സന്ദർശിക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. TCV തൃശൂർ. തെരുവിൽ അന്തിയുറങ്ങിയും അധ്വാനിച്ചും അവർ ക്രിസ്മസിനെ വരവേൽക്കാൻ കയ്യും മെയ്യും മറക്കുകയാണ്. കോയമ്പത്തൂർ സ്വദേശികളായ 60-കാരി കൃഷ്ണവേണി, മകൻ ശ്രീധർ, മകന്റെ ഭാര്യ കൗസല്യ എന്നിവർ ക്രിസ്മസ് ക്രിബ് വിൽക്കുന്ന തിരക്കിലാണ്. നൂറുകണക്കിന് ക്രിബുകൾ ഇതിനകം വിറ്റു തീർത്തു. ഇനിയും വിൽപ്പന ലക്ഷ്യമിട്ട് തങ്ങളുടെ തൊഴിലിൽ ഇവർ വ്യാപൃതരാണ്.
അങ്കമാലിയിലെ ബാംബു കോർപ്പറേഷനിൽ നിന്നാണ് ക്രിസ്മസ് ക്രിബ് തയ്യാറാക്കുന്നതിനുള്ള ഈറ്റകൾ വാങ്ങുന്നത്. നേരത്തെ ഈ കുടുംബം ചാലക്കുടി കൂടപ്പുഴയിലുണ്ടായിരുന്ന കോർപ്പറേഷന്റെ വിൽപ്പന ഡിപ്പോയിൽ നിന്നാണ് ഈറ്റകൾ വാങ്ങാറുള്ളത്. ഒരു ക്രിബിന് 350 രൂപ മുതൽ പല വിലയിലും വിൽക്കുന്നു. ദിവസവും 20ഓളം ക്രിബുകൾ കെട്ടിയുണ്ടാക്കും. 20 വർഷമായി കൃഷ്ണവേണി ചാലക്കുടിയിൽ ക്രിസ്മസ് കച്ചവടത്തിനായി എത്തുന്നുണ്ട്. ജോലിയും തലചാക്കിലുമെല്ലാം മേൽപ്പാലത്തിനടിയിൽ തന്നെ. ഭർത്താവ് തങ്കവേൽ കോയമ്പത്തൂരിൽ ഇതേ ജോലിയിൽ വ്യാപൃതനാണ്. ഇത്തവണ നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ടെന്ന് കൃഷ്ണവേണി പറഞ്ഞു. TCV ചാലക്കുടി. വിവർത്തകനും എഴുത്തുകാരനുമായ കെ മുഹമ്മദ് സയ്യിദിന്റെ പ്രവാസകാല ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം നാട്ടിലേക്ക് പറക്കുന്ന പട്ടങ്ങൾ കവി ഡോക്ടർ സി രാവുണ്ണിയും എഴുത്തുകാരൻ BG തമ്പിയും ചേർന്ന് സാഹിത്യ അക്കാദമിയിൽ പ്രകാശനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ ഷിനോജ് കെ ഷംസുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ മുരളി മംഗലത്ത്, സാമൂഹ്യ പ്രവർത്തക KS ശ്രുതി, മാധ്യമപ്രവർത്തക വനിത വിനോദ്, പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകൻ ഫൈസൽ ബാവ തുടങ്ങിയവർ സംസാരിച്ചു. മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ 38ാമത് ചരമവാർഷിക ദിനാചരണവും കവിതാ പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. വൈലോപ്പിള്ളി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ SK വസന്തനെ ആദരിച്ചു. ബോർഡർ ലൈൻ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവും ഗവേഷണ വിദ്യാർത്ഥിനിയുമായ C രേഷ്മയ്ക്ക് വൈലോപ്പിള്ളി കവിതാ പുരസ്കാരം സമ്മാനിച്ചു. വൈലോപ്പിള്ളി കവിതയും ലോക വൈരുദ്ധ്യങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ സുനിൽ P ഇളയിടം സ്മാരക പ്രഭാഷണം നടത്തി. വൈരുദ്ധ്യങ്ങളെ കവിതകളുടെ പടനിലമാക്കി മാറ്റിയ കവിയായിരുന്നു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ PV കൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. തുടർന്ന് വൈലോപ്പിള്ളിയുടെ പ്രമുഖ കവിതകൾ കോർത്തിണക്കി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിലെ മലയാളം വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഏക ജീവിതാനശ്വര ഗാനം എന്ന രംഗാവിഷ്കാരവും നടന്നു. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവും പാട്ട് ക്ലബ്ബ് രൂപീകരിച്ചതിന്റെ വാർഷികവും ആഘോഷിച്ചു. പ്രസ് ക്ലബിൽ നടന്ന ആഘോഷം സിനിമാ സീരിയൽ താരം മഞ്ജുഷ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് കേക്ക് മുറിക്കലും നടന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് O രാധിക അധ്യക്ഷയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് MV വിനീത, സെക്രട്ടറി പോൾ മാത്യു, കൺവീനർ AV ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. പാട്ട് ക്ലബ്ബ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാട്ട് ക്ലബ്ബ് അംഗങ്ങളുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് തൃശൂർ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തി. കേക്ക്, വൈൻ, മറ്റുള്ള ബേക്കറി വസ്തുക്കൾ നിർമ്മിക്കുന്ന ബോർമകൾ എന്നിവിടങ്ങളിൽ ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനാണ് പരിശോധനകൾ നടത്തിയത്. 115 സ്ഥാപനങ്ങളിൽ പരിശോധിക്കുകയും നിയമലംഘനം കണ്ടെത്തിയ 21 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. 193 ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ച് തുടർ നടപടികൾക്കായി ലാബിലേക്ക് അയച്ചു. സുരക്ഷിതമല്ലാത്ത രീതിയിൽ ശുചിത്വം പാലിക്കാതെ ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണം, വിൽപ്പന എന്നിവ നടത്തുന്നതായി കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിഴ ഈടാക്കും. ലാബ് പരിശോധനയിൽ ഗുണമേന്മ ഇല്ലെന്ന് കണ്ടെത്തിയ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിച്ചവർക്കും വിൽപ്പന നടത്തിയവർക്കുമെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം പ്രദർശന നഗരിയിലെ തറവാടക വർധന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വിഷയത്തിൽ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്നും ചെന്നിത്തല. ചാലക്കുടിയിൽ SFI DYFI പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം. പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. പോലീസ് കസ്റ്റഡിയിലെടുത്ത DYFI നേതാവിനെ പ്രവർത്തകർ മോചിപ്പിച്ചു. തൃശൂരിൽ വീണ്ടും പഠന വിസ തൊഴിൽ തട്ടിപ്പ്. നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടു. പണം ചോദിച്ചെത്തുന്നവരെ കായികമായി നേരിടുന്നതായും ആക്ഷേപം. പുതിയ ബ്രോഡ്ബാൻഡ് വരിക്കാർക്ക് 5G മോഡവും ഇൻസ്റ്റാളേഷനും സൗജന്യമാക്കുന്ന KV5 5G പദ്ധതിയുമായി കേരള വിഷൻ. കേബിൾ വഴി ഇന്റർനെറ്റ് നൽകുന്ന രാജ്യത്തെ ഏറ്റവും വലിയ 8ാമത്തെ സേവനദാതാവിനുള്ള അംഗീകാരം കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്. സബ്സിഡി ഉൽപ്പന്നങ്ങൾ പകുതി പോലുമില്ലാതെ സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ. തൃശൂരിൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ക്രിസ്മസ് ചന്ത ഉദ്ഘാടനം ചെയ്യാതെ മേയറും MLAയും മടങ്ങിപ്പോയി. തൃശൂർ ബാനർജി ക്ലബിന് സമീപം സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഗുരുവായൂർ സ്വദേശിനി ഇഷ്ര ഖലീലാണ് മരിച്ചത്. എടമുട്ടം കഴിമ്പുറത്ത് മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അടച്ചാലി വീട്ടിൽ സുരേഷാണ് അറസ്റ്റിലായത്.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.